ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഇവളിൽ നിന്നും തുടങ്ങാല്ലേ. ആ സൂര്യപ്രകാശത്തിൻ്റെ വെട്ടത്തിൽ ഇവളെ കാണാൻ എന്തൊരു സുന്ദരിയാണല്ലേ. അതിരാവിലെ ചെടികളുടെ അടുത്ത് പോകുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ്. ഇത് പുതിയതായിട്ട് നട്ടുപിടിപ്പിച്ച പോപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതിൽ കിട്ടുന്നേ ഇല്ല. ഇതിൻ്റെ ഒരു അറ്റത്തായിട്ട് ഒരു വൈറ്റ് കളറുണ്ട്. പിന്നെ ഒത്തിരി പേര് ന്യൂ ഇയർ വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഹാപ്പി ന്യൂ ഇയർ. ഇന്നലെ ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതും കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓരോ ഫ്ലവറും കണ്ടാലും മതി വരാത്ത രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ. എനിക്ക് ചെടികൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ അതിനൊരു ക്രൈസ് വീണ് കഴിഞ്ഞാൽ അതൊരു തരം ഒരു ലഹരി തന്നെയാണ്. ഇനി ഒരു ഗിവ് അവേ ആണ് കേട്ടോ. എൻ്റെ ഈ വൈബോയിൽ ഫാമിലിയായി വന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ വൈബോയിൽ വണിക്ക് അടിക്കുന്ന സമയത്ത് ഞാൻ നറുക്കെടുപ്പിലൂടെ ഒരാളെ കണ്ടെത്തും. ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടാകുന്ന ചെടികളുടെ കമ്പ്, സീഡ് ഇതൊക്കെ ഞാൻ അവർക്ക് കൊറിയർ വഴി അയക്കുന്നതാണ്. ആരാണ് ഭാഗ്യവതി എന്ന് നോക്കാമല്ലോ. ചെടികളിലൊക്കെ ഒത്തിരി ഉറുമ്പുകളും എല്ലാവരും ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. ഒത്തിരി ചെടികളിലും മൊട്ടുകളും ഒക്കെ ആയിട്ടുണ്ട്. ഈ ഡബിൾ പെറ്റൽസിൻ്റെ പോപ്പിയിൽ ഒത്തിരി മുട്ടുകളായിട്ടോ. രാവിലെ എണീറ്റ് ഇവരൊക്കെ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ മനസ്സിൻ്റെ അകത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ മുമ്പ് കാണിച്ചത് ആ ഒരു പൂമൊട്ടുണ്ടായിരുന്നല്ലോ, അതിൽ വീണ്ടും ഒരു മുട്ടും കൂടി ഉണ്ടായിട്ടുണ്ട്. ഇനി വരുമ്പോൾ ഇതുണ്ടാവും നമ്മുടെ വീഡിയോയിൽ. ഓരോ പൂമൊട്ടും നാളത്തെ പ്രതീക്ഷകളാണല്ലേ. നാളെ എൻ്റെ ഗാർഡനിൽ ഭംഗി കൂട്ടാൻ വരുന്നവരാണ് എന്നുള്ളൊരു പ്രതീക്ഷ. എനിക്ക് സത്യം പറയുമ്പോൾ രാത്രി ആയാലും നാളത്തേക്ക് എത്ര വിരിഞ്ഞിട്ടുണ്ടാവും ആ പൂമൊട്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒത്തിരി പോപ്പീസിൽ ഇനിയും പൂമൊട്ടുകൾ ഇടാനാണ് കേട്ടോ. കാരണം അവരൊക്കെ ഒരുപാട് പൂ തന്നിട്ട് അവരിപ്പോൾ റെസ്റ്റിലാണ്. ഇനി സാവധാനം ഇനിയും പൂമൊട്ടൊക്കെ ഉണ്ടായിട്ട് വേണം. അവരുടെ ഊഴം കഴിഞ്ഞ് അവർ റെസ്റ്റിലായി. ഇനിയിപ്പോൾ ഇവരുടെ ഊഴാണ്, ഇവർ നിറഞ്ഞാടട്ടെ. എനിക്ക് പൂക്കളുള്ള ചെടികളോടാണ് കേട്ടോ ഇഷ്ടം. ഇലച്ചെടികളോട് അത് വെച്ചിട്ട് വിരോധവും ഇല്ല, അതും ഞാൻ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. എന്നാലും മനസ്സിന് ഏറ്റവും ഇഷ്ടം ഇവരോട് തന്നെയാണ്. എന്നെ ചിലരൊക്കെ കളിയാക്കിയിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾക്ക് ഈ പൂവൊക്കെ ഉള്ളത്. പൂച്ചെടികളിൽ പൂടുമ്പോൾ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ, ഇലച്ചെടികളാകുമ്പോൾ അതിങ്ങനെ പരന്ന് നിൽക്കുമ്പോൾ അതാണ് ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. പക്ഷേ പൂച്ചെടികൾ എനിക്ക് നഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഒന്നിലധികം ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരാളല്ലെങ്കിൽ ഒരാൾ എനിക്ക് പൂ തരാനും മുറ്റത്ത് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇവരാണ് എനിക്ക് പൂ തരുന്നത്. ഇനി കുറച്ച് പേര് അവിടെ റെസ്റ്റിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്നാലും എൻ്റെ മുറ്റത്ത് ചെടികൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.